പുസ്തകം 4 അധ്യായം. അനന്തരം യഹോവ മോശെ അരുളി ചെയ്ത എന്നാൽ 1-ാം മാസം 1-ാം തീയതി നീ സമാഗമന കൂടാരം എന്ന ദുരിതവാസം നിവർക്കണം. സാക്ഷിപ്പെട്ടകം അതിൽ വെച്ച് തിരശ്ശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന് സാധനങ്ങൾ ഗണത്തിൽ വയ്ക്കണം. നിലവിള കൊണ്ടുവന്ന് അതിന് ദീപം കൊളുത്തണം. ധൂപത്തിന് ഉള്ള പൊൻപീട് സാക്ഷ്യപ്പെടുത്തുന്ന മുമ്പിൽ വെച്ച് തിരുനവാസത്തിന് മനസ്സിൽ തൂക്കണം. സമാഗമന കൂടാരം തിരുനവാസത്തിന്റെ വാതിലിൽ മുമ്പ് ഹോമയാഗപീഠം വയ്ക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിന് നടുവിൽ തൊട്ടിവെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്ത പ്രകാരം വാതിലും മറച്ചിൽ തൂക്കണം. അഭിഷേകത്തെ കൈമെടുത്ത തിരുനവാസത്തിലുള്ള അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത അതും അതിന്റെ ഉപകരണമൊക്കെയും ശുദ്ധീകരിക്കണം. അത് ശുദ്ധമായിരിക്കണം. ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിപരിശുദ്ധമായിരിക്കണം. തൊട്ടിയും കാലും അഭിഷേകം ശുദ്ധീകരിക്കണം. അഹരോനെയും പുത്രന്മാരെ സമാഗമന കൂടാരത്തിന്റെ വാതിൽ കൊണ്ടുവന്നു ആര് വെള്ളം കൊണ്ട് കഴുകണം. അഹരോൻ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച വിശുദ്ധ പൗരോഹിത ശുചി ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവന്റെ പുത്രന്മാരെ വരുത്തി അംഗീകരിപ്പിച്ച അതിനെ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെ അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുപോയവർക്ക് തലമുറയോളം നിത്യപൗരോഹിത്യം ഉണ്ടായിരിക്കും. മോശെ അങ്ങനെ ചെയ്ത് യഹോവ താൻ കൽപ്പിച്ചതുപോലെ എല്ലാം ചെയ്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനവാസം നിവർത്തും. മോശെ തിരുനവാസം നിവർത്തുകയും അവന്റെ ചൂടുറപ്പിക്കുകയും പലക നിവർത്തുകയും സാക്ഷി നിരത്തുകയും തൂണ്ണാട്ടുകയും ചെയ്തു. അവൻ മുടുതിരെ തിരുനവാസത്തിലേക്ക് വിരിച്ചു. അതിന്മേൽ മുടുതിരയുടെ പുറംമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ സാക്ഷ്യപത്രം എടുത്ത് പെട്ടകത്തിൽ വെച്ചു. പെട്ടകത്തിന് തണ്ട ചെലുത്തി പെട്ടകത്തിന് മീതെ കൃപാസനം വെച്ചു. പെട്ടകത്തിന് തിരുനവാസത്തിൽ കൊണ്ടുവന്ന മരയുടെ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം മറച്ചു. യഹോവ മോശെ കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിന്റെ തിരുനവാസത്തിന്റെ വടക്കിഴക്ക് തിരശ്ശീലയ്ക്ക് പുറത്തായി മേശ വെച്ചു. അതിൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം മടക്കി വെച്ചു. യഹോവ മോശെ കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിന്റെ മേശയ്ക്ക് തിരുനവാസത്തിന്റെ വശത്ത് നിലവിളക്ക് വയ്ക്കുകയും യഹോവ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശെ കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിന്റെ ശിലയുടെ മുൻവശത്ത് പൊന്നുകൊണ്ടുള്ള ധൂപപീഠം വയ്ക്കുകയും അതിന്മേൽ സുഗന്ധധൂപം ധൂപിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ തിരുനവാസത്തിന്റെ വാതിൽ മറശ്ശീല തൂക്കി. ഹോമയാഗപീഠം സമാഗമന കൂടാരത്തിന്റെ തിരുനവാസത്തിലെ സാതിലിന് മുൻവശത്ത് വയ്ക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശെ കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിന്റെ യാഗപീഠത്തിന് നടുവിൽ അവൻ തൊട്ടി വയ്ക്കുകയും കഴുകേണ്ടതിന് അതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്തു. മോശയും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി. അവർ സമാഗമന കൂടാരത്തിൽ കിടക്കുമ്പോഴും യാഗപീഠത്തിൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും. യഹോവ മോശെ കൽപ്പിച്ചതുപോലെ അവർ തിരുനവാസത്തിന് യാഗപീഠത്തിനും പ്രാകാരം നിർത്തി. പ്രാകാരവാതിലിനും മനസ്സിൽ തൂക്കി. ഇങ്ങനെ മോശെ പ്രവർത്തീകരിച്ചു. അപ്പോൾ യഹോവ സമാഗമന കൂടാരത്തെ മൂടി. യഹോവ തേജസ്വാസത്തിൽ ഉറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനവാസം നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടുകയും മേഘം വരായിരുന്നു. അല്ലാതെ ഉയരും വരെ അവർ യാത്ര പുറപ്പാതിരിക്കുകയും ഇസ്രായേൽ സകല പ്രയാണങ്ങളിലും അവരെല്ലാം കാണുകെ പകൽ സമയത്ത് തിരുനവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് എല്ലാ അഗ്നിയും ഉണ്ടായിരുന്നു.